സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം. ഉദയനാണ് താരം എന്ന ഈ സിനിമയ്ക്ക് എത്ര സ്റ്റേറ്റ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്? എ 3, ബി 1 ലഭിച്ചിട്ടില്ല, സി 2. കാരണം രണ്ടെണ്ണം തന്നെയാണ് രണ്ട് സ്റ്റേറ്റ് അവാർഡാണ് അതിന് കിട്ടിയത്. ഒന്ന് ഡയറക്ടറിന്, ഒന്ന് അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ആർട്ടിസ്റ്റുകൾക്കൊന്നും കിട്ടിയിട്ടില്ല. അയ്യോയോ കരളി ആ പാട്ടിൻ്റെയൊക്കെ കോറിയോഗ്രാഫി ചെയ്ത കുറച്ച് കോറിയോഗ്രാഫേഴ്സിൻ്റെ പേര് പറയും. എനിക്ക് ഇപ്പം അത് കിട്ടുന്നില്ല. കോറിയോഗ്രാഫറിനാണ് കിട്ടിയിട്ടുള്ളത്. കുമാർ ശാന്തി അല്ലല്ല, ശാന്തി മാസ്റ്റർ അല്ല. ബൃന്ദ മാസ്റ്റർ വേറെ കലാ മാസ്റ്റർ അല്ല. ബൃന്ദ പ്രസന്ന മാസ്റ്റർ. നോ ബൃന്ദ മാസ്റ്റർ. ഉറപ്പാണ്. അങ്ങനെ 2 ആണ്. സി 2 ഞാൻ എടുത്തങ്ങ് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. ശരിയായിരിക്കും. 1 തൊട്ട് 100 വരെ ഇംഗ്ലീഷിൽ 1, 2, 3 എന്ന് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എത്ര എ വരും? എയോ 100 വരെ. ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ്, അതാണല്ലോ വേണ്ടത്. 1 മുതൽ 100 വരെ ഇംഗ്ലീഷ് അക്ഷരം 1, 2, 3 എഴുതി കഴിഞ്ഞാൽ എത്ര എ എന്ന് പറഞ്ഞ വാക്കുണ്ട്? ബുദ്ധിപരമല്ലേ വേണ്ടത്? ഇല്ല. ഇല്ല. അതെന്താ? ഇല്ല. 1 to 100 വരയ്ക്കും ഇല്ല വരയ്ക്കും. തമിഴും വന്നതിനിടയ്ക്ക് 1, 2, 3, 4 ഇല്ല. തീർച്ചയായും ഉറപ്പിച്ച. അപ്പൊ ഞാൻ പറയട്ടെ, 99, 100 ഇല്ല. ഇല്ല. തീർച്ചയായും കൈയോട് കറക്റ്റ് ആൻസർ. അപ്പം നമ്മൾ ഇനി മേലാൽ ഈ എന്താണ് കൃമി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതേ അല്ല. ബുദ്ധിപരമായ ചോദ്യമേ സോണയ്ക്ക് പറ്റൂ എന്നുള്ളൊരു കാര്യം ഇവിടെ തെളിയിച്ചിരിക്കുക. ഓക്കെ, സി 2 ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ബൃന്ദ മാസ്റ്റർ. സവാരി ഗിരിഗിരിയിൽ 3ാമത്തെ ചോദ്യം ഒരു വീഡിയോ ചോദ്യമാണ്. ഇത് കേരളമല്ല, ഹൈദരാബാദിന് വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. ഉണ്ടോടോ അവിടെ? ഗായത്രി കൂടുതൽ സുന്ദരിയായിരിക്കുന്നല്ലോ. ഇത്രയും കളറില്ലായിരുന്നു. താങ്ക് യു സർ. അതോ ഇപ്പൊ ഇതിൽ മേക്കപ്പ് കൂടുതൽ ഇട്ടതാണോ? ചോദ്യം. ഇതിൽ ഭാവന അഭിനയിച്ച ഒരു സിനിമയുടെ പേര് സരോജ് കുമാർ പറയുന്നുണ്ട്. ഏതാണ് ആ സിനിമ? എ പച്ചമാങ്ങ, ബി നാട്ടുമാങ്ങ, സി പച്ചമാങ്ങ നാട്ടുമാങ്ങ. പക്ഷെ അത് അല്ലേ? അതൊന്നും കൂടെ ഇട്ട് തരുമോ? ഇല്ല. നോ ഐഡിയ. എ പച്ചമാങ്ങ, ബി നാട്ടുമാങ്ങ, സി പച്ചമാങ്ങ നാട്ടുമാങ്ങ. കറക്കി കുത്തി നോക്ക്. എനിക്ക് ഒരു ഐഡിയ ഇല്ല, എന്നാലും ചുമ്മെങ്കിലും പറയാം. നാട്ടുമാങ്ങ. അതിലല്ലേ ഇങ്ങനെ കുറച്ച് ബളബളാന്ന് നാട്ടുമാങ്ങ അങ്ങനെ നാട്ടുമാങ്ങ ചുമ്മാ വെറുതെ കറക്കി കുത്തിയതാ. ബി നാട്ടുമാങ്ങ. ഓക്കെ, ഞാൻ എടുത്തിട്ട് പൂട്ടിക്കോ. അതൊക്കെ വലിയ ഇതില്ല, കാരണം എന്താ വെച്ചാൽ ഒരു ഉറപ്പില്ലാതെ പറഞ്ഞ സാധനമാണ്. പൂട്ടാതിരുന്നാലും കുഴപ്പമില്ല. ഇല്ല, എനിക്ക് ആ കാര്യം ഞാൻ ആരോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി, ഓക്കെ, ഞാൻ പറയാം. പറയോ?
എൻഡില് പറയുമല്ലോ ഇങ്ങോട്ട്, ആ. അപ്പൊ ഞാൻ പറയാം. ശരി ശരി, ഒരു പാട്ടായാലും. ആ ചേട്ടൻ പാട് പ്ലീസ്. ഞാനല്ല, ചേട്ടാ പ്ലീസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡ്യുവറ്റ് പാടാം. ആ ഓക്കെ, നോക്കാം. പൊൻവീണേ എന്നുള്ളിൻ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതും പേരി നീങ്ങും മേഘം, മണ്ണിന്നേതോ കാവ്യം, ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി, പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. ഇതിലൂടെയാണ് എനിക്കൊരു ബ്രേക്ക് കിട്ടിയത്, ഒരു ഓപ്പണിംഗ് കിട്ടിയത്. അത് മദ്രാസിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന് മദ്രാസിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുവരെ കേരളത്തിൽ കുറേ പാട്ടുകൾ പാടിയിരുന്നു, ചിത്രാഞ്ജലിയിലും തരംഗിണി സ്റ്റുഡിയോയിലൊക്കെ. പക്ഷേ ഈ പാട്ടിലൂടെയാണ് മദ്രാസിൽ നിന്ന് പാടിയപ്പോഴാണ് എനിക്കൊരു ഓപ്പണിംഗ് കിട്ടിയത്, ഒരു ബ്രേക്ക്. അപ്പം ബി, നാട്ടുമാങ്ങ നാട്ടുമാങ്ങയാണ് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ കുത്തിയതാണേ. നാട്ടുമാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, നാട്ടുമാങ്ങ നാട്ടുമാങ്ങ അല്ല എന്നാണ്. നാട്ടുമാങ്ങ എന്നാണ് ഞാൻ പറഞ്ഞത്, അതല്ലെന്നാണ് പറയുന്നത്. സാരമില്ല, ഒരു ചോദ്യം തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. നമ്മളെല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുന്നതല്ലോ അല്ലേ? സോ കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. ശരിക്കും കറക്കി കുത്തല്ല, ഞാൻ വിദഗ്ധയാണ്. കലക്കി.